എപ്പിക് അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്പിൻ എപ്പിക് അടിച്ചിട്ടുണ്ട്. ആരായിരിക്കും നോക്കാം നമുക്ക്. റുമ്മി ആണെങ്കിൽ ടോപ്പ്, ഓർ മത്യാസ് ആണെങ്കിൽ റുമ്മി ആയ മതി, നമുക്ക് നിർത്തായിരുന്നു ഇവിടെ തന്നെ. അത് തന്നെ. ഓക്കെ, റുമ്മി ആണെങ്കിൽ ഇത്. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയൊരു പാക്ക് വന്നിട്ടുണ്ട്. പാക്കിനകത്ത് വേറെ ആരുമല്ല, എല്ലാവരും നല്ലപോലെ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു പ്ലെയർ തന്നെയാണ്, നമ്മുടെ റുമ്നിക്ക് തന്നെയാണ് ഈ പാക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സ്റ്റാർട്സ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നൈസായിട്ടുള്ള സ്റ്റാർട്സ് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്കില്ലെന്ന് പറയുന്നത് ഫിനോമിനൽ ഫിനിഷിങ്ങും ബ്ലിറ്റ്സ് കേളറാണ് വന്നിട്ടുള്ളത്. നൈസായിട്ടുള്ള സ്കില്ലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ലോതർ മാത്യൂസും ഉണ്ട്. അർജന്റീനയിലെ 2 പ്ലെയർ കൂടെ ഇതിനകത്ത് ഷോർട്ട് ടൈം ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗൈസ്, നമ്മുടെ അക്കൗണ്ടിൽ ഒരു 3400 കോയിൻ ഉണ്ട്. എന്തായാലും കിട്ടുമെന്ന് അറിയില്ല. 200 പ്ലെയർ പാക്കാണ്. ഇപ്പൊ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേണ്ടത് റുമിനിക്കാണ്. എല്ലാവർക്കും അത് തന്നെയാണ് വേണ്ടത്. റുമിനിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും റുമിനിക്ക് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് എന്തായാലും മിക്കൊരു കറക്കും. അപ്പോ നമുക്ക് സ്പിൻ ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും 900 കൊടുക്കാനാണ് പോകുന്നത്. 3400 കോയിനേ ഉള്ളൂ, കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല. എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ആദ്യത്തെ 900 കൊടുക്കാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഗൈസ് ഫുള്ള് ബേസ് കാർഡാണ്. കുഴപ്പമില്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ പാക്കും കൂടെ ആയതുകൊണ്ട് ഈ പാക്കും കൂടെ ആയതുകൊണ്ടാണ് ഒരു പ്രതീക്ഷ ഇല്ലാത്തത്. കാരണം ഒരുപാട് പേര് സ്പിൻ ചെയ്ത് ആർക്കും അധികം ഒരുപാട് കോയിനൊക്കെ പൊട്ടിച്ചിട്ടാണ് പ്ലെയറൊക്കെ കിട്ടിയത്. ചിലപ്പോൾ ലെക്കുണ്ടെങ്കിൽ നേരത്തെ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് വൈപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നമ്മളെ അക്കൗണ്ടിൽ ഓൾറെഡി ചെറിയ ലെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സെക്കൻഡ് സ്പിന്നാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഗൈസ്. സെക്കൻഡ് 900. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഹൈലൈറ്റ് കാർഡ് പൈസ. രണ്ടാമത്തെ സ്പിന്നിൽ നമുക്ക് ഒരു ഹൈലൈറ്റ് കാർഡാണ്. പ്രതീക്ഷയില്ല. അപ്പോ മൂന്നാമത്തെ സ്പിന്ന് നമ്മളെ അക്കൗണ്ടിൽ 1600 കോയിൻ ഉണ്ട്. 1600 കോയിനിൽ റുമിനിക്കിനെ അടിക്കണം. ട്രൈ ചെയ്യാം. റുമിനിക്കിനെ കിട്ടിയാൽ വലിയ സന്തോഷം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. അടുത്ത ഹൈലൈറ്റ് കാർഡ്, ഫുള്ള് ഹൈലൈറ്റ് കാർഡാണ് ഗൈസ്. ഇനി ഗൈസ് നമ്മളെ അക്കൗണ്ടിൽ 727 കോയിൻ ഉണ്ട്. 700 കോയിൻ ഉണ്ട്. എന്തായാലും 100 വെച്ച് ചെയ്യാം, കുഴപ്പമില്ല. 100 വെച്ച് ചെയ്യാം. എടുക്കാൻ പൈസ ഇല്ല, കുഴപ്പമില്ല. കൊണ്ട് അപ്പോ 100 വെച്ച് കൊടുത്തു നോക്കാം. ഇനി 400 കോയിൻ. 400 കോയിനിൽ ഇനി 166 പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. തുറന്നോടാം, വേറെ എന്ത് ചെയ്യാൻ. ഇനി ലാസ്റ്റ് 100 കോയിൻ. 3400 കോയിൻ പോയ. ഓക്കെ,
100 കോയിൻ കൂടെ ഉണ്ട് ഗൈസ്. അങ്ങനെ എല്ലാം തീർന്നു. കോയിൻ എല്ലാം പറന്നുപോയി. ഗൈസ് അപ്പോൾ നമ്മൾ ഒരു 3400 കോയിനോടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മളിപ്പോ ഏകദേശം ഒരു 169 പ്ലേയേഴ്സ് ബാക്കിയുണ്ട് അതിനകത്ത്. 162 പ്ലേയേഴ്സ് ബാക്കിയുണ്ട്. 38 പ്ലേയേഴ്സ് നമ്മൾ സ്പിൻ ചെയ്തു. ഇനി 162 പ്ലേയേഴ്സ് അതിനകത്തുണ്ട്. ഇതിലും കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷ ഒന്നും ഇല്ല, എങ്കിലും നമ്മൾ സ്പിൻ ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പിന്നെ ഒരു ദിവസം എടുത്ത് സ്പിൻ ചെയ്യും. ഇപ്പൊ ഇത്ര കോയിനേ ഉള്ളൂ, ഇനി എടുക്കാൻ കോയിനൊന്നും ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോ അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 900 ഞാൻ വെറുതെ കൊടുക്കാണ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. അക്കൗണ്ട് കാണിക്കൂ. ഗൈസ് ഇതിലും ബേസ് ആണ് ഗൈസ്. 900 അങ്ങനെ കത്തിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത 900 പിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്തൊരവസ്ഥയാടാ ഇത്. 100 കൊടുക്കാം. 100 എടുത്തിട്ട് ലാസ്റ്റ് 900 കറക്കാം. ക്യാം ബാക്ക് ആണ് ഗൈസ്, എല്ലാവർക്കും ഈ സെയിം അവസ്ഥ. ഓക്കെ, 100 വീണ്ടും ഒരു 100. അങ്ങനെ വീണ്ടും നമ്മളെ കൊണാമി ചതിച്ചിരിക്കുന്നു ഗൈസ്. എല്ലാ കോയിനും കൊണ്ടുപോകും. 100. ഗൈസ് നമുക്ക് റുമിനിയാണ് ടാർഗറ്റ്. റുമിനിയെ കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. റുമിനിയെ കിട്ടിയാൽ ബാക്കി കോയിനെങ്കിലും സേവ് ചെയ്യാം ഗൈസ്. 100. ഓക്കെ, കിട്ടൂലെന്നാണ് പ്രതീക്ഷ. കിട്ടൂലെന്ന് തോന്നുന്നു ഗൈസ്. ഇനി 137 പ്ലേയേഴ്സ് ഉണ്ട്. നമ്മുടെ കയ്യിൽ 1100 കോയിനേ ഉള്ളൂ. ഒരു 200 കൂടെ സ്പിൻ ചെയ്തിട്ട് ബാക്കി ഒരു 900 ചെയ്യാം. ഓക്കെ, 100. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. എന്താ അവസ്ഥയാണ് ഗൈസ് ഇത്. ലാസ്റ്റ് ഒരു 900 കിട്ടും. ഇതില് കിട്ടിയാ മതിയായിരുന്നു ഗൈസ്. ലാസ്റ്റ് സ്പിന്നാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ എല്ലാ കോയിനും തീർന്നിട്ടുണ്ട് ഗൈസ്. ഏകദേശം ഒരു 6800 കോയിൻ. 6800 കോയിൻ സ്പിൻ ചെയ്തിട്ട് ഒരു പ്ലെയറെ പോലും തന്നില്ല. ഇപ്പൊ അതിനകത്ത് ബാക്കി 125 പ്ലേയേഴ്സേ ഉള്ളൂ. 6000 കോയിനിൽ 125 പ്ലേയേഴ്സ് ബാക്കിയുണ്ട്. ഒരു എപ്പിക്കും അടിച്ചില്ല, ഒരു ഷോർട്ട് ടൈം അടിച്ചില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കോയിൻസ് എടുത്ത് പർച്ചേസ് ചെയ്തിട്ടും റുമിനിക്കിന്റെ പാക്ക് ഒന്നും നമുക്ക് റുമിനിക്കിനെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് കോയിൻസ് കൂടെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇപ്പോൾ ഉള്ളത് 3400 കോയിൻസ് ആണ്. ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തത് 3400 കോയിനാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി ബാക്കി 124 പ്ലേയേഴ്സേ ഉള്ളൂ. 124 പ്ലേയേഴ്സ് ഉണ്ട്, അങ്ങനെയാണ് പറയാനുള്ളത്. സ്പിൻ ചെയ്ത എല്ലാവരും ഫുള്ള് വൈപ്പ് ഔട്ട് ചെയ്തിട്ടാണ് പ്ലെയറെയൊക്കെ എടുത്തിട്ടുള്ളത്, മിക്ക ആൾക്കാരും. കാരണം ഈ പാക്കിന് അത്രയ്ക്കുള്ള പ്രോബബിലിറ്റി ഇല്ല. അതുകൊണ്ട് പ്രോബബിലിറ്റി കുറവാണ്, പ്ലേയേഴ്സെ കിട്ടൂല. അതാണ് വേറൊരു സീൻ. ഒരു സ്കാം ആണ്. മിക്ക ആൾക്കാർ അതന്നെ, മിക്ക യൂട്യൂബേഴ്സ് അതന്നെയാണ് പറയണം. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷ വെക്കുന്നില്ല. ഇത്ര കാരണം കുറച്ച് കോയിൻസേ ഉള്ളൂ. അപ്പൊ ഗൈസ് നമ്മളെ കയ്യിൽ ഇപ്പൊ 3400 കോയിൻസേ ഉള്ളൂ. കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. എന്തായാലും നമ്മളൊന്ന് സ്പിൻ ചെയ്യാം. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഫുൾ വൈപ്പ് ഔട്ട് ചെയ്തിട്ടെങ്കിലും നമ്മൾ പ്ലെയറിനെ എടുക്കും. കാരണം അത്രയ്ക്കും ടോപ്പ് പ്ലെയർ ആണ്.
ഇപ്പോൾ ഗെയിമിൽ വന്നതിൽ ഏറ്റവും ടോപ്പ് റുമിനിക്കിന്റെ ഈ കാർഡാണ്. അപ്പൊ എന്തായാലും മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഫുള്ള് വൈപ്പ് ചെയ്യും, കുഴപ്പമില്ല. ഈ പ്ലെയറിന് വേണ്ടി വൈപ്പ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്ത് ബാക്കി 124 പ്ലേയേഴ്സ് ഉണ്ട്. എന്തായാലും നമുക്കൊരു 900 കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, 3 900. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് സ്പിൻ ആണ്, ആദ്യത്തെ സ്പിൻ ആണ് ഗൈസ്. ഫസ്റ്റ് 900. എപ്പിക് അടിച്ചു. ഫസ്റ്റ് സ്പിൻ എപ്പിക് അടിച്ചിട്ടുണ്ട്. ആരായിരിക്കും നോക്കാം നമുക്ക്. റുമ്മി ആണെങ്കിൽ ടോപ്പ്, റുമ്മി ഓർ മത്യാസ് ആണെങ്കിൽ റുമ്മി ആയ മതി, നമുക്ക് നിർത്തായിരുന്നു ഇവിടെ തന്നെ. അത് തന്നെ. ഓക്കെ, റുമ്മി ആണെങ്കിൽ ഇത് പൊളിക്കും. അത്യാവശ്യമാണ്, കുഴപ്പമില്ല. ഒരു പ്ലെയറെ കിട്ടിയല്ലോ, കുഴപ്പമില്ല. ഒന്നും കിട്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഓർമ്മയിൽ കിട്ടും. അത് തന്നെ. ഇനിയിപ്പോ എന്തായാലും ഇനിയപ്പോ ആ കാർഡ് കിട്ടണമെങ്കിൽ എന്തായാലും ഇനി റുമ്മിയെ നമുക്ക് ലാസ്റ്റ് തരുവോളം തോന്നുന്നു കണ്ടിട്ട്. ഞാൻ സ്പിൻ ചെയ്തപ്പോൾ ഇതേപോലെ മത്യാസിനാണ് ഫസ്റ്റ് കിട്ടിയത്. റുമ്മി എടുക്കാൻ വേണ്ടി അപ്പോ ഇതിനകത്ത് 114 പ്ലേയേഴ്സ് ഉണ്ട്. റൊമിനിക്കിനെ കൂടെ കിട്ടിയ സുഖമായിരുന്നെങ്കിൽ ഇത്രയും പ്ലെയറിൽ. ഓക്കെ, ഇനി ഒരു 2 900 മാത്രമേ നമുക്കുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം സിംഗിൾ ആയിരിക്കും. കുറച്ച് കോയിൻസേ കാണുള്ളൂ, സിംഗിൾ ചെയ്യാനുള്ള കോയിനെ കാണുള്ളൂ 100 വെച്ച്. എന്തായാലും നമുക്ക് 900 കൊടുക്കാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. എന്തായാലും ഇങ്ങനെ തന്നെ പോകും തോന്നുന്നു. എടുക്കാൻ ഫുൾ വൈപ്പാണ്. ഇല്ല ബേസ്. അപ്പൊ ഇതില് കിട്ടിയില്ല. ഇനി ബാക്കി 1600 കോയിൻ ഉണ്ട്. അതിനകത്ത് ഏകദേശം ഒരു 104 പ്ലേയേഴ്സ് ഉണ്ട്. ഒരു 100 കൊടുത്തു നോക്കാം. 100 കൊടുത്തു നോക്കാം. ഓക്കെ, ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ കറക്കി പോവാണ്. ഇല്ലാത്തോണ്ടാണ് ഇങ്ങനെ കറക്കി വിടുന്നത്. ഒരു എപ്പി കൂടെ അടിച്ചെങ്കിൽ സുഖം. തെറ്റായിരുന്നെങ്കിൽ ഒരു എപ്പി കൂടെ അടിച്ചെങ്കിൽ നൈസ് ആയിരുന്നു ഗൈസ്. ാണ് ഗൈസ് വേണ്ടിയിരുന്നത്. അവിടെ നിർത്തായിരുന്നു നമുക്ക്. സെയിം ഇവൻ ബാക്ക് ഓപ്പൺ ചെയ്ത സെയിം അവസ്ഥയാണിത്. ലാസ്റ്റ് 97 പ്ലേയേഴ്സ് ഉണ്ട്. 10 പ്ലേയേഴ്സ് കറക്കാനുള്ള കോയിൻ നമുക്ക് കയ്യിലുള്ളൂ. 100 കോയിൻ ഉണ്ട്. 900 കോയിൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് എപ്പിക് കഴിച്ചാൽ നൈസ് ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും എടുത്ത് സ്പിൻ ചെയ്യേണ്ടി വരും. പിന്നാണ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നോക്കാം. എത്ര ഉണ്ട്? 200. പിന്നെ 3400. 3400 കോയിനൂടെ പർച്ചേസ് ചെയ്യാം. അപ്പൊ നമ്മള് ഒരു 3400 കോയിനൂടെ എടുത്തിട്ടുണ്ട്. കോയിൻ എടുത്ത് എന്ത് ചെയ്യാം. ഇപ്പൊ പ്ലെയറെ കിട്ടാതെ വേറൊരു ഇതും ഇല്ല. കാരണം ഇത്രയും സ്പിൻ ചെയ്തില്ല. ഒരു 150 പ്ലെയർ ആണെങ്കിൽ കിട്ടി എപ്പോഴേ കഴിഞ്ഞെങ്കിൽ അല്ലേ. മാത്രമല്ല അവന്റെ ഒരു ടാർഗറ്റ് ആണ്. ടാർഗറ്റ് ആണ്. അപ്പൊ വന്നതിൽ വെച്ച് ടോപ്പ് കാർഡാണ് ഗൈസ്, അതുകൊണ്ടാണ്. പിന്നെ റുമ്മി വെയിറ്റ് ചെയ്താണ് നമ്മൾ ഇരുന്നത്. റുമ്മിയുടെ കാർഡ് വരുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നതാണ്.
ഇപ്പൊ വന്ന് കാർഡ് വന്ന് ഇപ്പൊ ഇതിപ്പോ നമ്മളതിൽ കോയിൻ ഇല്ലാത്ത ടൈം അവര് കറക്റ്റ് കറക്റ്റ് കൊണ്ടു ഓഫർ കോയിനൊക്കെ തന്ന് അതെല്ലാം തീർത്തതിന് ശേഷം പ്ലെയറെ കൊണ്ടു. എന്തായാലും കുഴപ്പമില്ല guys, നമുക്ക് ഇനി സ്പിൻ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അവസാനായിരിക്കും തോന്നുന്നു എനിക്ക്. എപ്പിക്ക് സമാധാനായി ഫിനിഷ്. ഫിനിഷ്. അങ്ങനെ 2 എപ്പിക്കിനെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഓ സമാധാനായി. കൊറേ കോയിൻ പോയി എങ്കിലും കുഴപ്പമില്ല ഗൈസ്. ഏകദേശം ഇനി അതിനകത്ത് ബാക്കി ഒരു 80 പ്ലേയേഴ്സ് എന്തുണ്ട് ഇനി? 200 പ്ലേയേഴ്സിൽ 120 പ്ലേയേഴ്സിനെ ഇറക്കി. 120 പ്ലേയേഴ്സ്, അപ്പൊ 77 പ്ലേയേഴ്സ് അതിനകത്ത് ഇനി ബാക്കി. എത്ര കോയിന് പോയി കാണും ഗൈസ്? അപ്പോ നമ്മുടെ ടാർഗറ്റ് 2 ടാർഗറ്റ് നമ്മൾ 2 ടാർഗറ്റ് അല്ല, മെയിൻ ടാർഗറ്റ് റുമിനിക്ക് ആയിരുന്നു. പിന്നെ മാത്യൂസ് ടോപ്പ് കാർഡാണ്, അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു 2 കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് 2500 കോയിനും നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. ബാക്കി അതിനകത്ത് 77 പ്ലേയേഴ്സും ഉണ്ട്, 2 ഷോർട്ട് ടൈം കാർഡും ഉണ്ട്. ഷോർട്ട് ടൈം കാർഡിന്റെ ആവശ്യമില്ല, എടുത്തറിഞ്ഞ എന്തായാലും ഇട്ട് കളിക്കൂല, അതുകൊണ്ട് കുഴപ്പമില്ല. അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇനി ബാക്കി അതിനകത്ത് 77 പ്ലേയേഴ്സ് ഉണ്ട്. 123 പ്ലേയേഴ്സ് നമ്മൾ സ്പിൻ ചെയ്തതിൽ 2 എപ്പിക്ക് കറക്റ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല ഗൈസ്. മറ്റുള്ളവരെ ഓപ്പണിംഗ് എന്ന് പറയാൻ പറ്റും. ഈ ഒരു പാക്കിൽ കുറെ കോയിൻസ് ഒരുപാട് പേർക്ക് പോയിട്ടുണ്ട്. നമ്മൾ 2 ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. എന്തായാലും ഗൈസ് ഇത്രേ ഉള്ളൂ. ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇനി എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.